നമസ്കാരം. പ്രധാന വാർത്തകൾ. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാംലീല മൈതാനിയിൽ തയ്യാറാക്കിയ സത്യപ്രതിജ്ഞ വേദിയിൽ ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 27 വർഷത്തിനു ശേഷമാണ് ബിജെപിയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാർ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, AIP MP സ്വാതി മലിവാൾ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. കൽപ്പറ്റ കോടതിയിൽ ബോംബ് ഭീഷണി. വയനാട് കൽപ്പറ്റ കുടുംബ കോടതിയിൽ ബോംബ് ഭീഷണി. കോടതിയിൽ ബോംബ് വെച്ചെന്ന് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. പരിശോധനയിൽ ഇതുവരെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. വ്യാജ ബോംബ് സന്ദേശമാണോ എന്ന് പരിശോധിക്കുകയാണ്. ട്രെയിനിനടിയിൽപ്പെട്ട മലയാളി സ്റ്റേഷൻ മാസ്റ്റർക്ക് ദാരുണാന്ത്യം. മധുര കല്ലിഗുഡി സ്റ്റേഷനിലെ അനൂഷ് ശേഖറാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ചെങ്കോട്ട ഈറോഡ് ട്രെയിൻ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. കാൽ വഴുതി ട്രെയിനടിയിലേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരം കീഴാറൂർ സ്വദേശിയാണ് അനൂഷ് ശേഖർ. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മധുര കല്ലിഗുഡി സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. സ്റ്റേഷനിലുള്ളവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനൂഷ് ശേഖർ മരിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. കോട്ടയത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. കോട്ടയത്ത് ദമ്പതികൾ സഞ്ചരിച്ച കാറും ടോറസും കൂട്ടിയിടിച്ച ഭർത്താവ് മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ദേശീയപാതയിൽ കോട്ടയം മുണ്ടക്കയത്ത് വെച്ചായിരുന്നു അപകടം. ഇന്ന് രാവിലെ 11 മണിയോടെ മുണ്ടക്കയം 34-ാം മൈലിലായിരുന്നു അപകടം. എതിർദിശയിലെത്തിയ ടോറസുമായി ദമ്പതികൾ സഞ്ചരിച്ച കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പകുതിവില തട്ടിപ്പ് കേസ്. കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ വീട് ED സീൽ ചെയ്തു. ഷീബ സുരേഷിന്റെ കുമളിയിലെ വീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീൽ ചെയ്തത്. തട്ടിപ്പിൽ ED സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഷീബ വിദേശത്തായതിനാലാണ് കുമളിയിലെ വീട് ED സീൽ ചെയ്തത്. കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. ഷീബ നിരവധി പേരെ പദ്ധതിയിൽ ചേർത്തുവെന്നാണ് വിവരം. തട്ടിപ്പ് പുറത്തറിഞ്ഞതോടെ ഷീബ സുരേഷ് വിദേശത്തേക്ക് കടന്നിരുന്നു. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളുടെ ചുമതല ഷീബയ്ക്കായിരുന്നുവെന്നാണ് വിവരം.